മോഹൻലാൽ നായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രം മലൈക്കോട്ടെ വാലിബന് തിയേറ്ററുകളിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാധകരും സിനിമാ പ്രേമികളും വലിയ ആവേശത്തോടെ കാത്തിരുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും 25 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ചിത്രത്തിന്റെ റിലീസ് സമയത്ത് താൻ അമേരിക്കയിലായിരിക്കുമെന്നും തന്റെ പുതിയ ചിത്രമായ എമ്പുരാന്റെ ചിത്രീകരണത്തിലായിരിക്കുമെന്നും മോഹൻലാൽ അറിയിച്ചിരുന്നു. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ്. എമ്പുരാൻ പൂർത്തിയാക്കിയതിനു ശേഷം താൻ ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള സൂചനയും മോഹൻലാൽ അടുത്തിടെ നൽകിയ ഒരു മാധ്യമ അഭിമുഖത്തിൽ നൽകി. ചെമ്പൻ വിനോദിന്റെ തിരക്കഥയിൽ ജോഷി ഒരുക്കുന്ന റംബാനായിരിക്കും എമ്പുരാനു ശേഷം മോഹൻലാൽ ചെയ്യുക. അതിനുശേഷം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന ചിത്രവും പ്രിയദർശൻ ഒരുക്കുന്ന ഒരു ചിത്രവും ആലോചനകളിലുണ്ടെന്ന് മോഹൻലാൽ വെളിപ്പെടുത്തി. ആടുജീവിതത്തിന് ശേഷം ബ്ലസ്സി ഒരുക്കുന്ന പുതിയ ചിത്രത്തിൽ മോഹൻലാൽ ആയിരിക്കും നായകനെന്ന് നിർമ്മാതാവ് PK സജീവ് അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു. അതുകൂടാതെ 2 ഭാഗങ്ങളായി എത്തുന്ന ജിത്തു ജോസഫിന്റെ റാം എന്ന സിനിമാ സീരീസിന്റെ അവസാനഘട്ട ചിത്രീകരണവും മോഹൻലാൽ ഈ വർഷം പൂർത്തിയാക്കും. സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൻവർ റഷീദ്, ടിനു പാപ്പച്ചൻ, ഡിജോ ജോസ് ആന്റണി, ലിജോ ജോസ് പെല്ലിശ്ശേരി, അനൂപ് സത്യൻ, വിനീത് ശ്രീനിവാസൻ എന്നിവരുടെ ചിത്രങ്ങളും മോഹൻലാലിനെ നായകനാക്കി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. പുതിയ തലമുറയിലെയും പഴയ തലമുറയിലെയും മികച്ച സംവിധായകർക്കൊപ്പം കൈകോർത്ത് മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് മോഹൻലാൽ. മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത 3D ഫാന്റസി ചിത്രമായ ബറോസ്, സത്യൻ അന്തിക്കാട് ചിത്രം, ജിത്തു ജോസഫിന്റെ റാം, പൃഥ്വിരാജ് ഒരുക്കുന്ന ലൂസിഫർ രണ്ടാം ഭാഗം, ജോഷിയുടെ റംബാൻ എന്നിവയായിരിക്കും ഇനി വരുന്ന 5 മോഹൻലാൽ റിലീസുകൾ. ഇതുകൂടാതെ AR മുരുകദോസ് ഒരുക്കുന്ന ശിവകാർത്തികേയൻ ചിത്രത്തിൽ മോഹൻലാൽ ഒരു അതിഥി വേഷത്തിലെത്തുമെന്നും വാർത്തകളുണ്ട്.